നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആരെതിർത്താലും വഖഫ് ബില്ല് പാസാക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷ എതിർപ്പുകൾ മറികടക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഭീകരരെ വധിച്ച് സുരക്ഷാസേന. 2 ജവാന്മാർക്ക് പരിക്ക്. വനത്തിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഹിസ്ബുള്ള ഭീകരത തുടച്ചു നീക്കാൻ ഇസ്രായേൽ. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരുന്നു. സൈനിക നടപടി രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. സന്ദർശനം നൈജീരിയ, ബ്രസീൽ, ഗയാന രാഷ്ട്രങ്ങളിലേക്ക്. പ്രധാനമന്ത്രി 21-ന് ഭാരതത്തിൽ തിരിച്ചെത്തും. ഛത്തീസ്ഗഡിൽ 5 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. ബസ്തർ ഡിവിഷനിലെ കാങ്കർ, നാരായണപൂർ ജില്ലകളുടെ അതിർത്തിയായ അബുജ്മറിലെ വനത്തിൽ ഇന്ന് രാവിലെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടയിൽ അപ്രതീക്ഷിതമായി മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റെങ്കിലും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് തീവ്രവാദികളിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും കണ്ടെടുത്തു. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ നടപടികൾ തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ബസ്തറിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാവോയിസ്റ്റ് ആക്രമണങ്ങളെല്ലാം തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ 2026 മാർച്ചിനുള്ളിൽ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നടപടികളുണ്ടാകുമെന്ന് അമിത്ഷാ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണങ്ങൾ തുടരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഈ ഏറ്റുമുട്ടലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സിവിലിയൻസിന് പോലും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പോലും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സാധ്യത വൻതോതിൽ വർദ്ധിക്കുന്നു എന്നതും ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. എന്നാൽ ഈ മാവോയിസ്റ്റുകളുടെ കൈവശമെത്തുന്ന ആയുധങ്ങൾ സംബന്ധിച്ച്, ആയുധങ്ങൾ എങ്ങനെ എത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും ശക്തമായി പുരോഗമിക്കുന്നുണ്ട്. ഇത് അതിർത്തി കടന്നുള്ള ആയുധക്കടത്തിൻ്റെ സാധ്യതകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുക എന്ന നീക്കവും ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വനത്തിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റുമുട്ടൽ തുടരുന്നു, അതുപോലെ തന്നെ തിരച്ചിൽ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോഴും ആക്രമണം അവിടെ, സംഘർഷം അവിടെ തുടരുകയാണോ, അല്ലെങ്കിൽ ഈ സൈനിക നടപടി തുടരുകയാണോ? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന്, ഛത്തീസ്ഗഡിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ജിഷ്ണു. ഐസൺ, ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ള ബസ്തർ മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണെന്നുള്ളതാണ് ബസ്തർ റേഞ്ച് IGP സുന്ദർരാജ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയോടെയാണ് മാവോയിസ്റ്റ് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ BSFും CRPFും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ചേർന്നുകൊണ്ടൊരു സംയുക്ത പരിശോധന, സംയുക്ത ഓപ്പറേഷൻ ബസ്തർ മേഖലയിൽ കാങ്കർ, വിഷ്ണുപൂർ ജില്ലകളുടെ അതിർത്തി മേഖലകളിൽ നടത്തിയിട്ടുള്ളത്. വിഷ്ണുപൂർ, കാങ്കർ ജില്ലകൾ മാവോയിസ്റ്റ് ബാധിത മേഖലകളിലാണ്. ഇവിടങ്ങളിലെ വനമേഖലയിൽ മുൻപും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു സംയുക്ത ഓപ്പറേഷൻ ഇന്ന് രാവിലെ മുതൽ നടത്തിയത്. ഈ വനമേഖലയിൽ പരിശോധന നടത്തുന്നതിനിടെ ആദ്യം മാവോയിസ്റ്റ് ഭീകരരുടെ ഭാഗത്തുനിന്ന് വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് സുരക്ഷാ സേന 5 ഭീകരരെ വധിച്ചിട്ടുള്ളത്. യന്ത്രത്തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരം മേഖലയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. BSFും CRPFും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്തമായാണ് ഇത്തരത്തിലൊരു വലിയ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോഴും പരിശോധന
തുടരുകയാണ്. കൂടുതൽ മാവോയിസ്റ്റ് ഭീകരർ വനമേഖലയിലുണ്ട് എന്ന നിഗമനത്തിലാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഭ്യമായ പ്രതികരണങ്ങൾ പ്രകാരം വലിയ സ്ഫോടക ശേഖരവുമായി ആയുധങ്ങളുമായി തമ്പടിച്ചിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരരെയാണ് ഇപ്പോൾ സുരക്ഷാ സേന വധിച്ചിട്ടുള്ളത്. അതായത് അടുത്ത ദിവസങ്ങളിൽ വലിയ ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്ത, നേരത്തെ വിഷ്ണുപൂർ മേഖലയിൽ മാവോയിസ്റ്റ് ഭീകരർ നടത്തിയിട്ടുള്ള IED സ്ഫോടനത്തിൽ 2 ജവാന്മാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടുകൊണ്ട് സ്ഫോടക വസ്തുക്കളും തോക്കുകളുമായി തമ്പടിച്ചിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരരെയാണ് ഇപ്പോൾ സുരക്ഷാ സേന വകവരുത്തിയിട്ടുള്ളത്. 5 ഭീകരരെ വധിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും ബസ്തർ മേഖലയിൽ പരിശോധന തുടരുകയാണ്. ബസ്തർ മേഖലയിലെ വിഷ്ണുപൂർ, കാങ്കർ ജില്ലകളുടെ അതിർത്തി മേഖലയിൽ വനപ്രദേശത്താണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഈ മാവോയിസ്റ്റ് ഭീകരർ ആദ്യം വെടിയുതിർക്കുകയായിരുന്നു. ആ ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി ുണ്ടെന്നും അവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതുമാണ് റേഞ്ച് IG അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംയുക്ത ഓപ്പറേഷൻ നടത്തിയത്. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ വളരെ കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് ഒന്നുകിൽ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് കീഴടങ്ങുക, അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾ നേരിടുക എന്ന കൃത്യമായ നയത്തോടു കൂടിയാണ് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രത്യേക ഓപ്പറേഷനുകൾ നടക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് വിഷ്ണുപൂർ ജില്ലയിൽ തന്നെ നടന്നിട്ടുള്ള ഈ ഒരു ജവാന്മാർക്ക് നേരെ നടന്ന IED സ്ഫോടനത്തിന് തൊട്ട് പിറകെ നടത്തിയിട്ടുള്ള പ്രത്യേക ഓപ്പറേഷനിൽ നേരത്തെ 2 മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. അത്തരത്തിൽ ശക്തമായി മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുകയാണ്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ തന്നെ രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് ഭീകരത, കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായും തുടച്ചു നീക്കും. അവർക്ക് ഒന്നുകിൽ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് പുനരധിവാസത്തിനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുള്ള നടപടികൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭരണകൂടവും ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകും. അത്തരത്തിൽ രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകൾക്ക് പിറകെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ മാവോയിസ്റ്റ് വേട്ട ശക്തമാക്കുന്നത്, മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നത്. ഇന്ന് ഏതായാലും ബസ്തർ മേഖലയിൽ വൻ ആയുധശേഖരവുമായി തമ്പടിച്ചിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാ സേന നേരിട്ടത്. ഏറ്റുമുട്ടലിൽ 5 ഭീകരരെ വധിച്ചു, 2 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഐസൻ. ജിഷ്ണു, മറ്റൊരു പ്രധാനമായ ഒരു കാര്യം കൂടി അറിയാനുള്ളത്, വൻതോതിലൊരു ആയുധ ശേഖരം ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചില ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ വലിയ തോതിൽ തോക്കുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു തുടർന്ന് നേരത്തെ ജിഷ്ണു തന്നെ സൂചിപ്പിച്ചത് ചില കടുത്ത ആക്രമണങ്ങൾക്കുള്ള നീക്കങ്ങളായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഇൻ്റലിജൻസിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മാത്രമല്ല, നമുക്കറിയാവുന്നതാണ്, അമിത്ഷാ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, 1.5 വർഷത്തിനകം അല്ലെങ്കിൽ 2026 മാർച്ച് 31 പൂർണ്ണമായും ഈ മാവോയിസ്റ്റ് ഭീഷണിയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കുമെന്ന് അമിത്ഷാ തുടർച്ചയായി പലയിടങ്ങളിലും പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കൃത്യമായൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഐസൻ, വളരെ കൃത്യമായി ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട മാവോയിസ്റ്റ് ഭീകരരെ തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേന ഏറ്റുമുട്ടലിലൂടെ വധിച്ചിട്ടുള്ളത്. കാരണം വൻതോതിലുള്ള ആയുധശേഖരം, സ്ഫോടക വസ്തുക്കളും യന്ത്രത്തോക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ദിവസങ്ങൾക്ക് മുൻപാണ് വിഷ്ണുപൂർ മേഖലയിൽ മാവോയിസ്റ്റ് ഭീകരവാദികൾ IED സ്ഫോടനം നടത്തുകയും 2 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ, പൊതുജനങ്ങൾക്ക് നേരെയും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട മാവോയിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചിട്ടുള്ളത്. അവരുടെ പക്കൽ നിന്ന്, ഈ ഏറ്റുമുട്ടൽ നടന്ന മേഖലകളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും യന്ത്രത്തോക്കുകളും ഉൾപ്പെടെ വൻ ആയുധശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം ഐസൻ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ കൃത്യമായി മാവോയിസ്റ്റ് ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കുക എന്നുള്ളത് സുരക്ഷാ സേനയുടെ നയം തന്നെയാണ്. രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവരും അത് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ആയുധമെടുക്കുന്നവർക്കെതിരെ വളരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. അത് നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഭീകരർക്കെതിരെയുള്ള നടപടികളിലും നമ്മളത് കാണുന്നത് തന്നെയാണ്. ഒന്നുകിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് നിയമത്തിന് മുൻപിൽ കീഴടങ്ങി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അവർക്ക് ജീവിക്കാനുള്ള അവസരമുണ്ട്. അതല്ലെങ്കിൽ വളരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഭീകര വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുന്നത്. ഐസൻ.
ശരി ജിഷ്ണു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. US കമ്പനി രാജ്യത്ത് നടത്തിയ അനധികൃത സർവേ കേന്ദ്ര സർക്കാർ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ അന്വേഷിക്കണമെന്ന് ആണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സർവേകൾ അനുവദിച്ചാൽ രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഏത് രീതിയിലുള്ള അന്വേഷണമാണ് വേണ്ടത്? എന്താണ് ഈ സർവേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ഏത് രീതിയിലുള്ള സർവേ, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇതൊക്കെ സംബന്ധിച്ചൊന്ന് വ്യക്തമാക്കാമോ? US കമ്പനി കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്ത് നടത്തിയ അനധികൃത സർവേയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിരിക്കുന്നത്. ഈ കേസ് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആഭ്യന്തര വിദേശ മന്ത്രാലയങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഉത്തരവ്. അതായത് ഈ ഇന്ത്യയിലെ TNS പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു US ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻസ്റ്റൺ എന്ന് പറയുന്ന സർവേ റിസർച്ച് കമ്പനി ഇവിടെ ഈ ഇന്ത്യയില് ഈ സർവേ നടത്താനായിട്ടുള്ള കരാറിൽ ഏർപ്പെടുകയും അതിനനുസൃതമായിട്ട് ചില ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിക്കൊണ്ട് സർവേ നടത്തുകയും ചെയ്തത്. ഇത് സംശയാസ്പദമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം കേന്ദ്ര സർക്കാർ നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തത്. അതായത് ഈ TNS കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കെതിരെ അടക്കമായിരുന്നു കേസ് എടുത്തത്. ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ TNS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹൈക്കോടതിയെ സമീപിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത്. ഈ പ്രസ്തുത കേസ് യാതൊരു തരത്തിലും റദ്ദാക്കാനാകില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഒരു തീരുമാനം ഹൈക്കോടതി സ്വീകരിച്ചത്. സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണം കൊണ്ട് ഈ വിഷയത്തിൽ ഒരു തൃപ്തികരമായിട്ടുള്ള നടപടി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മതിയാവില്ല. മറിച്ച് ഈ ഒരു സർവേ നടത്തിയതിൽ തന്നെ കാര്യമായിട്ടുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഏത് വിധത്തിലാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്, അതിന്റെ ഉള്ളടക്കം, ഒപ്പം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഉചിതമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സർവേകൾ ഇനിയുള്ള കാലഘട്ടത്തിൽ അനുവദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സുരക്ഷയെയും അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയും ബാധിക്കും. അതിനാൽ തന്നെ ഈ ഒരു കേസിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം അനിവാര്യമാണെന്നും സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഈ സർവേ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഐസൺ, രേഷ്മ, ഒരു സംശയം കൂടി വരുന്നത്, ഈ സർവേയുടെ റിസൾട്ട് എന്തായിരിക്കും? എന്ത് രീതിയിലുള്ള റിസൾട്ടിന് വേണ്ടിയാണ് ഈ സർവേ നടത്തിയത്, അല്ലെങ്കിൽ ഏത് പഠനത്തിൻ്റെ ഭാഗമായാണ് നടത്തിയത് എന്നത് സംബന്ധിച്ച വല്ല വിവരങ്ങളുണ്ടോ? ഇത് മതസൗഹാർദ്ദത്തെ ബാധിക്കുമെന്ന ഒരു നിരീക്ഷണം കൂടി കോടതി നടത്തുമ്പോൾ അത്തരത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഈ സർവേയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് വല്ല സൂചനകളുണ്ടോ? ഈ സർവേയിലെ ക്വസ്റ്റ്യനെയർ ാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു സംശയം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇന്ത്യയിലെ തന്നെ മറ്റൊരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ചില അതായത് സംശയകരമായിട്ടുള്ള ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിക്കൊണ്ട് സർവേ നടത്തിയിരിക്കുന്നത്. അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റ് അംഗീകൃതമായിട്ടുള്ള വകുപ്പുകളുടെയോ അനുമതി കൂടാതെയാണ് ഇത്തരമൊരു സർവേ നടത്താനായിട്ടുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംശയകരമായിട്ടുള്ള ചില ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ അനുമതി കൂടാതെ നടത്തിയ സർവേ അത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വിദേശ കമ്പനി അല്ലെങ്കിൽ വിദേശ സർവേ കമ്പനി ഇവിടുത്തെ തന്നെ മറ്റൊരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിന് പിന്നിൽ ചില രഹസ്യ സ്വഭാവം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി എടുത്തിട്ടുള്ള നിലപാട്. ശരി രേഷ്മ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ലഭിച്ചിട്ടുള്ള പരാതിയിന്മേലാണ് നടപടി. പരാതികളിൽ ഈ മാസം 18-നുള്ളിൽ വിശദീകരണം നൽകാനാണ് മല്ലികാർജ്ജുൻ ഖാർഗെയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. BJPക്കെതിരെ ലഭിച്ച പരാതികളിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി. 1906-ൽ അലിഗർഹിൽ വിഭജനത്തിൻ്റെ വിത്തുപാകിയത് മുസ്ലിം ലീഗായിരുന്നുവെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വിഭജനം സാധ്യമാക്കാൻ അലിഗർഹിലെ ജനത അനുവദിച്ചില്ല. അന്ന് മുസ്ലിം ലീഗ്
നടപ്പാക്കിയ നയം തന്നെ ഇന്ന് സമാജ്വാദി പാർട്ടിയും തുടരുന്നുവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. അലിഗറിൽ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു യോഗി ആദിത്യനാഥ്. 1906 यही अलीगढ़ है जब यहां पर भारत के विभाजन की नींव रखने वाली मुस्लिम लीग की स्थापना इसी अलीगढ़ में हुई थी। अलीगढ़ ने उनकी चलने नहीं दी, लेकिन देश को सांप्रदायिक आधार पर बांटने के उनके मंसूबे सफल हो गए। याद रखना, मुस्लिम लीग की स्थापना कराची में नहीं हुई, इस्लामाबाद में नहीं हुई, ढाका में नहीं हुई, उसकी स्थापना इसी अलीगढ़ में हुई थी। वे खतरनाक मंसूबे अभी भी समाप्त नहीं हुए और इसीलिए मैं आया हूं। उस समय जो काम समाज को बांटने का, उस समय जो विभाजन की खाई समाज को बांटने का मुस्लिम लीग कर रही थी, वही कार्य तो आज समाजवादी पार्टी आपके बीच में कर रही है। ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാഷ്ട്രങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. 18-ന് ബ്രസീലിലെത്തുന്ന അദ്ദേഹം G20 സമ്മേളനത്തിൽ പങ്കെടുക്കും. 19-ന് ഗയാനയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി 21-ന് ഇന്ത്യയിൽ തിരിച്ചെത്തും. ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചത്. 6 ദിവസം നീളുന്ന ത്രിരാഷ്ട്ര സന്ദർശനത്തിൽ നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നൈജീരിയയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ബൊല അഹമ്മദ് ടിനുബുമായി കൂടിക്കാഴ്ച നടത്തും. 18-ന് ബ്രസീലിലെത്തുന്ന പ്രധാനമന്ത്രി G20 സമ്മേളനത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ വർഷം ഭാരതത്തിൽ നടന്ന സമ്മേളനത്തിൽ ആഫ്രിക്കൻ യൂണിയനെ G20യിൽ ഉൾച്ചേർത്തിരുന്നു. ബ്രസീൽ തലസ്ഥാനമായ റയോ ഡി ജനീറോയിലാണ് G20 സമ്മേളനം നടക്കുന്നത്. വിവിധ G20 രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 19 മുതൽ 21 വരെ ഗയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ് വിസിറ്റാണ് നടക്കുക. പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഗയാനയിലെത്തുന്നത്. ജോർജ് ടൗണിൽ നടക്കുന്ന ഇന്ത്യ കാരികോം സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പ്രതിപക്ഷ പ്രതിഷേധം മറികടന്ന് നരേന്ദ്രമോദി വഖഫ് ബിൽ പാസാക്കുമെന്ന് അമിത്ഷാ. 2026 മാർച്ച് 31-ന് ഛത്തീസ്ഗഡ് മാവോവാദി മുക്തമാക്കുമെന്നും അമിത്ഷാ ആവർത്തിച്ചു. ഉദ്ധവ് ഠാക്രെയും ശരത് പവാറും സുപ്രിയ സുലെയും വഖഫ് ഭേദഗതിയെ എതിർക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. 8 വർഷത്തിനിടെ LDF സർക്കാർ വഖഫ് ബോർഡിന് നൽകിയത് 27.28 കോടി രൂപയുടെ സാമ്പത്തിക സഹായം. സംസ്ഥാനത്തെ ഏക്കർ കണക്കിന് ഭൂമി അന്യാധീനപ്പെടുത്താൻ ശ്രമിക്കുന്ന വഖഫ് ബോർഡിന് ആകെയുള്ളത് 45.30 സെന്റ് സ്ഥലമാണെന്നും വിവരാവകാശ മറുപടി. വിവരാവകാശ പ്രവർത്തകനായ കൊച്ചി വാഴക്കാല സ്വദേശി MK ഹരിദാസിനാണ് വഖഫ് ബോർഡ് ആസ്തി സ്വത്ത് വിവരങ്ങൾ കൈമാറിയത്. വഖഫ് അധിനിവേശ വിരുദ്ധ സമരം കത്തി നിൽക്കുമ്പോഴാണ് വഖഫ് ബോർഡിന് സ്വന്തമായുള്ളത് തുച്ഛമായ ആസ്തിവകകളാണെന്ന വിവരാവകാശ മറുപടി. 45 സെന്റ് സ്ഥലമാണ് വഖഫ് ബോർഡിനുള്ളത്. വഖഫിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കലൂരിലെ 9 സെന്റ് സ്ഥലവും കോഴിക്കോട് കണ്ടെത്തിയ 24.45 സെന്റ് സ്ഥലവും ബ്രോഡ്വേയിലുള്ള 11.7 സെന്റ് സ്ഥലവുമാണ് ആകെയുള്ളത്. LDF സർക്കാരുകൾ വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ളത് 27.28 കോടിയുടെ സഹായങ്ങളാണെന്നും വിവരാവകാശ പ്രവർത്തകനായ MK ഹരിദാസ് പറഞ്ഞു. വഖഫ് ബോർഡിന് സ്വന്തമായിട്ട് ഭൂമിയൊന്നുമില്ല, 41.7 സെന്റ് ഭൂമിയേ ഉള്ളൂ എന്നൊരു ഭാഗത്ത് പറയുന്നു. മറുഭാഗത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ണായ പല സ്ഥലങ്ങളും പലരും കൈവശം വെച്ച് വർഷങ്ങളായി അനുഭവിക്കുന്നത് തങ്ങളുടേതാണെന്നൊരു വാദമുഖവുമായി മുൻപോട്ട് വരുന്നു. 476 കേസുകൾ നടക്കുന്നതായിട്ട് പറയുന്നു. അന്യാധീനപ്പെട്ട ഭൂമിയുടെ കേസുകൾ നടക്കുന്നതായിട്ട് പറയുന്നു. വഖഫ് ബോർഡിന്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങേയറ്റം ദുരൂഹമായ വിവരങ്ങളാണ് പുറത്തു വരുന്നതും ഈ വിവരാവകാശ നിയമത്തിലൂടെ ലഭിച്ച മറുപടിയിലൂടെ വ്യക്തമാകുന്നു. വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 446 കേസുകൾ നടക്കുകയാണെന്നും മതിപ്പുവില കണക്കാക്കിയിട്ടില്ലെന്നും വിവരാവകാശ മറുപടിയിലുണ്ട്. വഖഫ് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം, മേൽനോട്ടം എന്നിവയും വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണവുമാണ് ബോർഡിന്റെ പ്രവർത്തന ഉദ്ദേശങ്ങളെന്നാണ് കേരള സംസ്ഥാന വഖഫ് ബോർഡ് മുഖ്യ കാര്യാലയത്തിൽ നിന്നുള്ള മറുപടി. ജനം, കൊച്ചി. കേന്ദ്ര സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് മുനമ്പത്തെ കുടുംബങ്ങൾ.
കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയുടെ സന്ദർശനവും മന്ത്രി നൽകിയ ഉറപ്പും ആശങ്കയിലായിരുന്ന തീരവാസികൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കപ്പെട്ടിട്ടും വഖഫ് കുരുക്കിൽ ഒറ്റമുറി വീട്ടിൽ അസുഖബാധിതയായ അമ്മയ്ക്കൊപ്പം കഴിയുന്ന നൈജുവും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം വഖഫ് ഭേദഗതി ബിൽ തങ്ങളുടെ ഭൂമിയും സ്വത്തുവകകളും സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ്. വഖഫ് ഭീകരത നേരിൽ കണ്ട് മനസ്സിലാക്കിയ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഏതാനും കുടുംബങ്ങളിലുമെത്തി സമാനമായ ഭീഷണി നേരിടുന്ന മുഴുവൻ പേരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കപ്പെട്ടിട്ടും വഖഫ് അധിനിവേശ നീക്കത്തെ തുടർന്ന് കൈവശാവകാശ രേഖ കിട്ടാതെ അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാനാകാത്ത നൈജുവിനും കുടുംബത്തിനും മന്ത്രി നൽകിയ ഉറപ്പുകൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നമ്മളിവിടെ 2022 മുതൽ നമ്മുടെ ഭൂമിക്ക് കരമടക്കാൻ പറ്റുന്നില്ല. ബാക്കി കാര്യങ്ങളൊന്നും റവന്യൂ പരമായിട്ടൊരു കാര്യങ്ങൾ നടക്കണില്ല. എൻ്റെ ഇത് ലൈഫിൽ പേര് വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അതുപോലുള്ള ഒരുപാട് ലോൺ എടുക്കാൻ പറ്റാനുള്ള അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ എഗ്രിമെന്റ് വെക്കണമല്ലോ അമ്മ, അതിന് എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി നമുക്ക് കൈവശാവകാശം കിട്ടുന്നില്ല. വഖഫ് ബോർഡ് കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. നൈജുവിനോടും രോഗിയായ അമ്മയോടും പ്രശ്നങ്ങൾ മന്ത്രി ചോദിച്ചറിഞ്ഞിരുന്നു. കരൾ രോഗബാധിതയായി അവശയായി സ്വന്തം ഭൂമി ഈടുവെച്ച് ചികിത്സയ്ക്ക് പണമെടുക്കാൻ കഴിയാത്ത ബിന്ദു സത്യൻ, മേരി എന്നിവരുടെ വീടുകളിലും മന്ത്രി എത്തിയിരുന്നു. ഭൂമാഫിയായി മാറിയ വഖഫ് ബോർഡിന് ഒരാളുടെ ഭൂമിയും നൽകേണ്ടി വരില്ലെന്നും അതിനുള്ള നടപടികളെല്ലാം എടുത്തു കഴിഞ്ഞുവെന്നുമുള്ള കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയുടെ ഉറപ്പ് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. വഖഫ് ഭീകരത സംയുക്ത പാർലമെന്റ് സമിതിയിൽ ഉന്നയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സാകുന്നതോടെ തങ്ങൾ അഭിമുഖീകരിക്കുന്ന വഖഫ് ഭീഷണിക്ക് അവസാനമാകുമെന്ന പ്രതീക്ഷയാണ് ഇവിടെ ജനങ്ങളെ നയിക്കുന്നത്. ജനം, കൊച്ചി. ഉത്തർപ്രദേശിൽ മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾ കൊല്ലപ്പെട്ടു. ഝാൻസിയിൽ മഹാറാണി ലക്ഷ്മിബായ് ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ 16 കുഞ്ഞുങ്ങൾ ചികിത്സയിലാണ്. സംഭവത്തെപ്പറ്റി UP സർക്കാർ ത്രിതല അന്വേഷണം ആരംഭിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഉത്തർപ്രദേശിലെ ഝാൻസി ജില്ലയിലെ മഹാറാണി ലക്ഷ്മിഭായ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ദാരുണ സംഭവമുണ്ടായത്. ഇന്നലെ രാത്രി 10:45 തീവ്ര പരിചരണ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായി. പൊള്ളലേറ്റ 16ഓളം കുട്ടികളുടെ നില ഗുരുതരമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്ത കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. ജനം, ഡൽഹി. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം. ഭീകരവാദികൾ തമ്പടിച്ചിട്ടുണ്ടെന്ന് കൃത്യമായ സൂചന ലഭിച്ചതിനെ തുടർന്നാണ് സൈനിക നടപടിയുണ്ടായത്. ബെയ്റൂട്ടിലെ ദഹിയയിലായിരുന്നു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത്. ബെയ്റൂട്ട് നഗരത്തിൽ വീണ്ടും ഹിസ്ബുള്ള ഭീകരർ തമ്പടിച്ചിരിക്കുന്നതായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഇസ്രയേലിനെതിരെ വീണ്ടും ആക്രമണം നടത്താനുള്ള പദ്ധതിയും ഇവർ തയ്യാറാക്കി. ഈ പശ്ചാത്തലത്തിലാണ് ബെയ്റൂട്ടിലെ ദഹിയയിലേക്ക് വൻ ആക്രമണം ഇസ്രയേൽ നടത്തിയത്. വൻതോതിൽ ഭീകരതാവളങ്ങൾ തകർത്തതായും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. വെടിനിർത്തലിന് ഇസ്രയേലിന് നിർദ്ദേശം നൽകണമെന്ന് ഹമാസ് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. നിയുക്ത പ്രസിഡന്റ് ട്രംപ് ഇതിന് മുൻകൈയെടുക്കണമെന്നും ഹമാസ് നിർദ്ദേശം മുന്നോട്ട് വച്ചു. ഇതിനിടെയാണ് അമേരിക്കയിലെ ഇറാനിയൻ നയതന്ത്ര പ്രതിനിധിയുമായി ഇലോൺ മസ്ക് കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നതും. ഇതേ തുടർന്നാണ് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ നിലനിൽപ്പ് തന്നെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്. മാത്രമല്ല, ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണമെന്ന് ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തിയും ആവശ്യപ്പെട്ടിരുന്നു. ഇതു സംബന്ധിച്ച് 2006 UN പ്രമേയം നടപ്പാക്കാമെന്നും ലെബനൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഹിസ്ബുള്ളയെ നിയന്ത്രിക്കണമെന്ന് ജോ ബൈഡനും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള സാഹചര്യങ്ങൾ ഇത്തരത്തിലായിരിക്കെ ഇസ്രയേലിന്റെ ആക്രമണം സുനിശ്ചിത ലക്ഷ്യങ്ങളോടെയാണെന്നത് വ്യക്തം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നൈജീരിയ സന്ദർശനം നയതന്ത്ര തലത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലെത്തുന്നത്. മികച്ച ബന്ധം നിലനിൽക്കുന്ന ഭാരതത്തിൻ്റെ സുഹൃത്താണ് കാലങ്ങളായി നൈജീരിയ. 1960-ലാണ് നൈജീരിയ സ്വതന്ത്രമാകുന്നത്. ആ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും 2 വർഷം മുമ്പ് ഭാരതവുമായി നയതന്ത്ര ബന്ധമുണ്ട്. 1958-ലാണ് ഭാരതത്തിന്റെ നയതന്ത്ര കാര്യാലയം ലഗോസിൽ ആരംഭിച്ചത്. 200-ലേറെ ഇന്ത്യൻ കമ്പനികൾ വൻ നിക്ഷേപമാണ് നൈജീരിയയിൽ നടത്തിയിരിക്കുന്നത്. When India had assumed the presidency of G20 last year,
Prime Minister Modi had invited Nigeria as a guest country. That was the first opportunity for President Tinubu and Nigeria to be present on the platform of G20, for which they are very thankful to the Indian Prime Minister. During that visit, President Tinubu and Prime Minister Modi had extensive discussions reviewing the bilateral relationship. This visit of our Prime Minister would be a follow-up visit and would certainly consolidate the relationship between the two countries. രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് മികച്ച സഹകരണമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നത്. ഇന്ന് നൈജീരിയയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനൂബുമായും കൂടിക്കാഴ്ച നടത്തും. മറ്റെല്ലാ രാജ്യങ്ങളുടെയും സന്ദർശനത്തിന് സമാനമായി നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 17 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ജനം. സീ വിജിൽ 2024 ഒരുക്കങ്ങൾ പൂർത്തിയായി. നാവികസേന, കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സംവിധാനങ്ങളുടെ സംയുക്ത തീരസുരക്ഷാ പരിശീലനമാണ് സീ വിജിൽ. 6ഓളം മന്ത്രാലയങ്ങൾ സംയുക്തമായാണ് സീ വിജിൽ എക്സൈസ് നടത്തുന്നത്. 4ാമത് സീ വിജിൽ പരിശീലനമാണ് 20-21 തീയതികളിൽ നടക്കുക. ഭാരതത്തിന്റെ തീരങ്ങൾ പൂർണ്ണമായും നാവികസേനയും കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും ചേർന്ന് നിരീക്ഷണവും പ്രതിരോധവും ഉറപ്പാക്കുന്നതിനുള്ള പരിശീലന പദ്ധതിയാണ് സീ വിജിൽ. So this is a national level coastal defense exercise. It is one of the largest exercises that is held as far as coastal defense is concerned. It is being held simultaneously in all the coastal states and union territories of India, and the aim of this exercise is to gauge our preparedness against threats that are coming from the sea. 6ഓളം മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള വിവിധ ഏജൻസികളാണ് സംയുക്ത പരിശീലനത്തിന്റെ ഭാഗമാകുന്നത്. So the name of the exercise is Sea Vigil. The participating agencies, there are numerous participating agencies. It involves participation of 6 ministries and nearly 20 agencies. ഭാരതത്തിന്റെ സമുദ്ര തീരങ്ങളിൽ പൂർണ്ണമായും 2 ദിവസങ്ങളിൽ പരിശീലനം നടക്കും. അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പ്രധാനമായും പരിശീലനത്തിന്റെ ഭാഗമാകും. നാഷണൽ ഡെസ്ക് ജനം. രാജ്യം രാജ്യാന്തരം സമാപിക്കുന്നു. നമസ്തേ.